പരസ്യയോഗത്തിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ. നോക്കൂ, സകല മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ അത്ഭുതനാഥനായ യേശുക്രിസ്തുവിന്റെ കല്ലറ മാത്രം ഒഴിഞ്ഞു കിടക്കുകയാണ്. ക്രിസ്തു പാപികളെ, യേശുക്രിസ്തു രോഗികളെ, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ. അടുത്തതായിട്ട് നമുക്കൊരു ഭാവന കേട്ടാലോ? ഒരു യോഗങ്ങളിലും എന്റെ പേര് കടന്നു വരാറില്ല, എന്നാൽ എനിക്കുണ്ടായ 3 മക്കളെയും നമ്മുടെ കുഞ്ഞുങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് അല്പം കളിയും ചിരിയും ഇച്ചിരി എന്റർടൈൻമെന്റ് ആയിട്ട് അതെല്ലാം ഉൾക്കൊള്ളിച്ച് നമുക്കൊരു പ്രോഗ്രാം ചെയ്യാം. ബ്രദർ ബേസിൽ ആൻഡ് ബ്രദർ സന്തോഷ് അവതരിപ്പിക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. സ്വന്തം പേര് തേര് ഉള്ള സ്ത്രീ. നമ്പർ 8 നമ്മളെല്ലാവരും യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ചിറകടിച്ച് പറന്ന് ഉയരാനുള്ളവരാണ്. അപ്പൊ അതിനെ ആസ്പദമാക്കി എല്ലാവർക്കും ന്യൂസ് 12:30 സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാരാഗൃഹത്തിൽ ഭൂചലനം. റിച്ചർ സ്കെയിലിൽ 8.5 രേഖപ്പെടുത്തി. മെതുശലയുടെ പിതാവ് ഹാനോക്കിനെ കാണാതെയായി. ആത്മീയ ലോകത്തിൽ പകർച്ചവ്യാധിയുടെ ഭീഷണി. വാർത്തകൾ വിശദമായി. കാരാഗൃഹത്തിൽ ഭൂചലനം. റിച്ചർ സ്കെയിലിൽ 8.5 രേഖപ്പെടുത്തി. നാടകം കണ്ടാലോ? അതെ, ബൈബിളിലെ ചില കഥാപാത്രങ്ങൾ നമ്മുടെ ഇന്നത്തെ ജനറേഷനിൽ എപ്രകാരമായിരിക്കും എന്ന് നമുക്കൊന്ന് ഈ നാടകത്തിലൂടെ കണ്ടു നോക്കാം. അത്തിപ്പഴമില്ല, അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ശരി ശരി, വിവരിക്കേണ്ട. പ്രസംഗം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നോളാം. എന്നാ നമുക്ക് പോകാം നാസ്വച്ചായ. മാത്തേ, നിനക്ക് പറ്റുമെങ്കിൽ നീയും കൂടെ ഞങ്ങളുടെ കൂടെ വാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എല്ലാവരും കൊടുത്തതിനും ഭംഗിയായി യേശുവിന് നമുക്ക് ഡിന്നർ കൊടുക്കണം. ഒട്ടും കുറയ്ക്കാൻ പാടില്ല. ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യും? അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വാ. പിള്ളേർക്കാണെങ്കിൽ ക്ലാസ്സിൽ ട്യൂഷനും ഒക്കെ ഉണ്ട്. ഞാൻ വല്ല സൂമിലോ യൂട്യൂബിലോ ഒക്കെ കണ്ടോളാം. നീ തന്നെ പറ, എക്സാം ആണോ പ്രസംഗമാണോ വലുത്? അത് പിന്നെ എക്സാം തന്നെയല്ലേ മാത്തേ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, ഭയങ്കര തിരക്കാണ്. ഞാൻ തന്ന ലിസ്റ്റിലെ സാധനങ്ങളൊക്കെ കിട്ടിയോ? ആ, നീ നോക്ക്, എല്ലാം ഇതിലുണ്ട്. എന്റെ മാത്തേ, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നീ യൂട്യൂബും ഫേസ്ബുക്കും നോക്കി സമയം കളഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ യേശു നമ്മെ പഠിപ്പിച്ചത് നീ മറന്നുപോയോ? അല്പനേരം യേശുവിന്റെ അടുക്കൽ ഇരിക്കട്ടെ.